again. Hello guys, welcome back to Akash Vlogs. China trip vlog day 6 or 7. ഇതിലേതോ ഒന്നാണ് ഞാൻ ദിവസം ഇപ്പം ഇന്നലെ തൊട്ടേ കണ്ടോ എനിക്ക് ഇത് കണക്ക് മാറിപ്പോയി. സത്യം പറഞ്ഞ ദിവസം പോകുന്നത് അറിയുന്നില്ലെന്നാണ് സത്യം. കാരണം എന്താ പറയുക, ഓരോ ദിവസം പോകുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല, അത്രയ്ക്കും എൻജോയബിളാണ് അത്. എന്താ പറയുക, എനിക്കായാലും അച്ഛനായാലും ഒരു മടുപ്പ് ഇതുവരെ. അല്ലെങ്കിൽ പിന്നെ നമ്മളെന്താ പറയുക, ഇപ്പം നാലാമത്തെ ദിവസമായുള്ളൂ, ഇനിയും കിടക്കണം 3 ദിവസം എന്നൊക്കെ പറഞ്ഞ് പോകുന്നവരും ഉണ്ട് പല ട്രിപ്പിലും. പക്ഷെ അങ്ങനെ ഈ ട്രിപ്പിൽ ഞങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എത്രാമത്തെ ദിവസം എന്ന് വരെ മറന്നും പോയി. ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്നലെ ഷാൻജിയാജിയിലായിരുന്നു നമ്മൾ. ഇന്ന് ഷാൻജിയാജി എയർപോർട്ടിൽ നിന്ന് രാത്രി 10:30 ഫ്ലൈറ്റ് കയറി 1 മണിയായപ്പോൾ, ഇച്ചിരി അരമണിക്കൂർ താമസിച്ചു പോയി. 1 മണിയായപ്പോൾ, വെളുപ്പിന് 1 മണിയായപ്പോൾ നമ്മൾ ഷാങ്ങായിലെത്തി. ഞാൻ അധികം വിഷ്വലൊന്നും കാണിച്ചില്ല. രാത്രി തന്നെ ഷാങ്ങായിയുടെ ഒരു വിഷ്വലൊക്കെ കാണിച്ച് നിങ്ങളുടെ ഷാങ്ങായിനെ കുറിച്ചുള്ളൊരു ഇമേജ് കളയണ്ട. വെളുപ്പിന് നല്ല മോർണിംഗിൽ നല്ല ഡേ ലൈറ്റിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. എനിവേ, ഷാങ്ങായി ഞാനും കണ്ടിട്ടില്ല. ഞാൻ ഉറക്കപ്പിച്ചിലാണ് വന്ന് കിടന്നത്. എൻ്റെ പൊന്നെ, ഒന്നാമത് ടൂർ പോകുമ്പോൾ ഏറ്റവും മെയിനായിട്ട് വേണ്ട കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഉറക്കമാണ്. ഉറക്കമില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഞാനാണെങ്കിൽ ഉറക്കപ്പിച്ചിലാണ് നടക്കുന്നത്. കാരണം ഒന്ന് ആലോചിക്കുക, വെളുപ്പിന് 1 മണിക്കൊക്കെ വ്ളോഗ് എടുത്തുകൊണ്ട് കിടക്കണ ഒരു മൈൻഡ് എനിക്കില്ല. എന്നാലും ഞാൻ ജസ്റ്റ് റൂമൊക്കെ കാണിക്കണം, ജസ്റ്റ് വീഡിയോ ഒക്കെ എങ്ങനെയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്കൊരു ഓർമ്മയില്ല. എനിവേ, ഷാങ്ങായിലെത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ ദിവസം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ വീഡിയോ കണ്ടതാണ്. നമ്മുടെ ടിയാൻമെൻ മൗണ്ടെയ്ൻസിൽ അടിപൊളി വിഷ്വൽസ്, കൊടുത്ത കാശ് മുതലായിട്ട് പറയാൻ 100% ഉറപ്പുള്ള ഒരു വിഷ്വൽ തന്നെയായിരുന്നു ടിയാൻമെൻ മൗണ്ടെയ്ൻ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിവേ, പറഞ്ഞ പോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളൊന്നും നമ്മൾ എന്താ പറയുക, ഒട്ടും എൻജോയ് ചെയ്യാതിരുന്നിട്ട് എല്ലാം അടിപൊളി ഡേയ്സ് ആയിരുന്നു. അതുപോലെ ഇന്നത്തെ 7ാമത്തെ ദിവസം അടിപൊളിയായിട്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഷാങ്ങായിൽ എത്തിയിരിക്കുകയാണ്. ചൈനയുടെ തന്നെ ബിസിനസ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ബിസിനസ് കേന്ദ്രം, അതായത് എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിലും നമുക്ക് ഷോപ്പിംഗ് നടത്തണമെങ്കിലും കുറേ കാണാനും ഉണ്ട്, ഇല്ലെന്നല്ല പറയണം. അതുപോലെ ഇഷ്ടം പോലെ ഓറിയൻ്റൽ ടവർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഐറ്റ്നറി ഒന്നും എടുത്ത് പറയുന്നില്ല. കുറേ സ്ഥലത്ത് നമ്മളിന്ന് പോകുന്നുണ്ട്. ഷാങ്ങായിലെ മെയിൻ സ്ഥലങ്ങളെല്ലാം നമ്മളിന്ന് കവർ ചെയ്യുന്നുണ്ട്. അത് ഓരോന്നായിട്ട് പോകുന്ന വഴി ഞാൻ പറയാം. എനിവേ, ഞാൻ പറഞ്ഞ പോലെ ബിസിനസ് ക്യാപിറ്റലാണ്. അപ്പം എന്താ പറയുക, അതിനനുസരിച്ചുള്ള ഒരു അടിപൊളി സെറ്റപ്പ് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കിവിടുന്ന് വ്ളോഗ് തുടങ്ങാം. എനിവേ, വെൽക്കം ടു ആകാശ് വ്ളോഗ്സ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ വീഡിയോ. പതിവ് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടുവന്ന പോലെ തന്നെ ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ചെന്നു. പക്ഷേ ഇതുവരെയുള്ള ഈ ചൈനയിൽ എത്തിയിട്ടുള്ള 5 ദിവസങ്ങൾക്കും ഇപ്പുറം ഈ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ പ്രത്യേകതയുള്ളായിരുന്നു. കാരണം ഇതിനു മാത്രം ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ആയിരുന്നു. സാധാരണ നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ 3 വെറൈറ്റി കാണും, അല്ലെങ്കിൽ 4 വെറൈറ്റി അപൂർവമാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, വെറൈറ്റികളുടെ ഒരു മേളം തന്നെയാണെന്ന് പറയാം. സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. പക്ഷേ ഓവറായിട്ട് കഴിച്ചാലും ശരിയല്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഓവറായിട്ട് കഴിക്കരുതെന്നാണ്. വയറ് നിറച്ച് കഴിക്കാനേക്കാളും കൂടുതൽ മനസ്സ് നിറച്ച് കഴിക്കുക എന്നുള്ളൊരു തത്വം ഉള്ളിലിരിക്കുന്ന കൊണ്ട് അധികമൊന്നും കഴിക്കാതെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കുറച്ച് നമ്മൾ എപ്പോഴും കഴിക്കാൻ കിട്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ, എസ്പെഷ്യലി ഒരു ബ്രെഡും ഓംലെറ്റും മിൽക്കും കൂടെ മിക്സ് ചെയ്ത ഒരു പുഡിങ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ അയ്യോ, കപ്പലല്ല അതുക്കും മേലെ എന്തൊക്കെ ഓടുന്നതെന്ന് പറഞ്ഞ പോലെ അത്രയ്ക്കും ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ച് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ചൈനയിലെ ഡേ 5 നല്ല അടിപൊളിയായിട്ട് കണ്ടു തുടങ്ങി. അങ്ങനെ ലോകത്തിലെ 2ാമത്തെ വലിയ ടവർ ഷാങ്ഹായ് ടവറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പറഞ്ഞായിരുന്നു ഞാൻ ദുബായിൽ പോയപ്പോൾ, ലോകത്തിലെ ഏറ്റവും വലിയ ഉയർന്ന ടവർ ബുർജ് ഖലീഫയിൽ നമ്മൾ പോയിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുമുണ്ട്, കുറച്ച് പേര് വ്ളോഗ് കണ്ടവരൊക്കെ കണ്ടു കാണും. ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ടവറാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ കയറാൻ പോകുന്നേ ഉള്ളൂ. 508 മീറ്ററാണ്, മറ്റേത് 750 മീറ്റർ സംതിങ് ആണ് ബുർജ് ഖലീഫ. അങ്ങനെ ഓരോന്നോരോന്ന് 3rd സ്ഥാനം ജപ്പാനിലുള്ളൊരു ടവറാണ്. 4th അങ്ങനെ പോയി അസർബൈജാനിലൊരു ടവറുണ്ട്. അതായതുകൊണ്ട് 7th 8th ടവറാണ്, ബിഗ്ഗസ്റ്റ് ടവറാണ്. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും ടോപ്പസ്റ്റ് നിലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതീവ സ്പീഡിൽ, ലിഫ്റ്റിലെ സ്പീഡെന്നൊക്കെ പറഞ്ഞാൽ എന്ന് പറഞ്ഞ് പോണ പോലെയൊക്കെയാണ് പോണത്. അങ്ങനെ ആദ്യത്തെ ഡെക്ക്, അതായത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം നമ്മൾ വന്നു നിൽക്കുന്നൊരു ഏരിയയാണിത്. ഏകദേശം ചൈനയിലെ മെയിൻ ആ ഷാങ്ഹായ് സിറ്റി മൊത്തം നമുക്ക് കാണാം. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഷാങ്ഹായ് ടവറിൻ്റെ 120th ഫ്ലോറിലാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലക്ഷറിയസ് ഹോട്ടൽ റൂമുള്ളത്. എബൌട്ട് ദ ഗ്രൗണ്ട് ലെവൽ വെച്ച് നോക്കുമ്പോൾ
മറ്റേ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലക്ഷറിയസ് ഹോട്ടൽ ഈ ഷാങ്ഹായ് ടവറിൻ്റെ 120th ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡെക്ക് 18th ഫ്ലോറിലാണ്, അത് 120th ഫ്ലോറിലാണ്. നമ്മൾ അവിടെ പോയില്ലെങ്കിലും 120th കഴിഞ്ഞുള്ള ഫ്ലോറിലേക്ക് നമ്മൾ പോകും. ഫസ്റ്റ് ഡെക്കിലെ കുറച്ച് കാഴ്ചകളാണ് ആദ്യം ഇവിടുത്തെ രീതി കാണിക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. ആദ്യം ഫസ്റ്റ് ഡെക്കിൽ പോകും, പിന്നെ സെക്കൻഡ് ഡെക്കിൽ പോകും, പിന്നെ തേർഡ് ഡെക്കിൽ പോകും. ഇവിടുന്ന് തന്നെ താഴത്ത് എന്താ പറയുക, ചൈന ടോട്ടലി കാണാനുള്ള ഒരു ക്ലോസ്ലി കാണാനുള്ള ഒരു ക്യാമറ, കുഞ്ഞു കുഞ്ഞു ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, ഫോണുള്ളപ്പോൾ തന്നെ ഇങ്ങനെ സൂമായിട്ട് കാണാം. പറഞ്ഞറിയിക്കാനാവാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാം. കാരണം വേറെ ഒന്നുമല്ല, ചൈനയിലൊരു ഓവറോൾ വ്യൂ. ഇപ്പോൾ എന്താ പറയുക, ചൈനയിലൊരു മെയിൻ സിറ്റിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ബിസിനസ് സിറ്റി ആണ് ഷാങ്ഹായ് സിറ്റി, നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റി. അതിൻ്റെ ഒരു ഓവറോൾ വ്യൂ കാണണമെങ്കിൽ യൂട്യൂബിലൂടെ കാണുന്നേക്കാളും നമ്മുടെ കൺമുമ്പിലൂടെ കാണുന്നത് എന്ന് പറയാൻ ഒരു വലിയൊരു ഭാഗ്യമാണ്. അതിന് ഈ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ടവർ ഇവിടെ ആയതുകൊണ്ടും അതിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി നമുക്ക് അതിൻ്റെ സാധ്യതകളുള്ളതുകൊണ്ടും നമ്മൾ അതിൻ്റെ മുകളിലെത്തി ചൈനയുടെ ഒരു ഓവറോൾ വ്യൂ കണ്ടു. ഏകദേശം എനിക്കൊരു 5-6 വയസ്സുള്ളപ്പോൾ, അതായത് 2011-12 കണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ പോകുന്നത്. അപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് പോയപ്പോൾ തന്നെ ബുർജ് ഖലീഫ ഞാൻ കയറാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ട്. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെറിയൊരു ഓർമ്മയുള്ളൂ, 7 വയസ്സം കണ്ടല്ലേ ഉള്ളൂ. ചെറിയൊരു ഓർമ്മയുണ്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ കാണുമ്പോഴാണ് പിന്നീട് ഓർമ്മിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ എന്താ പറയുക, കൃത്യം 10-11 വർഷങ്ങൾക്ക് ശേഷം ബുർജ് ഖലീഫ കഴിഞ്ഞ് ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്ങിൽ കയറാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി. ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് ഓർമ്മിക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞു നോട്ടുകൾ എഴുതി വെക്കാൻ വേണ്ടി എല്ലായിടത്തെയും പോലെ ഇവിടത്തെയും ഒരു കുഞ്ഞാചാരം ഇവിടെയുമുണ്ട്. പക്ഷെ അതിന് സ്പെഷ്യൽ കാശ് കൊടുക്കണമെന്ന് മാത്രം. എല്ലാവരും അതുകൊണ്ട് അത് ചെയ്യുന്നില്ല. ഇവിടെ വരുന്നത് തന്നെ ഒരു ഭാഗ്യമായി കാണുന്നവർക്ക് അതിൻ്റെ ആവശ്യവുമില്ല. അത് തന്നെ അത് വേറൊരു കാര്യമാണ്. എനിവേ പറഞ്ഞറിയിക്കാനാവില്ല. കാരണം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചൈനയിലെ ഓരോ സ്മോൾ വില്ലേജസ് അത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഒരു എന്താണ്, എല്ലാത്തിനും ഓരോ പാറ്റേൺ ആണ്. ഒരു വില്ലേജിന് ഒരു കളറ്, വേറൊരു വില്ലേജിന് പിങ്ക് കളറ്. എന്താ പറയുക, നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ അക്കരത്തിൽ സമ്പ്രദായമേ ഇല്ല. അത് കാരണം പലതും പല ടൈപ്പാണ് എല്ലാ വീടുകളും. അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടോ, അത് ചൈന നല്ലപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. ടവറിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് ചോക്ലേറ്റ്സും മറ്റ് ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ പൊന്നും വില കൊടുത്താലും മേടിക്കാൻ പറ്റാത്ത അത്രയും കാശായിരിക്കും പലരും. വേറെ ഒന്നുമല്ല പറയാൻ കാരണം, ബിസിനസ് സിറ്റിയാണ്, അതിനനുസരിച്ചുള്ള എക്സ്പെൻസീവ് ഐറ്റംസ് ഇവിടെ വിൽക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ ഒരു ഏരിയ ആകുമ്പോൾ അങ്ങനെ ആ രീതിയിൽ അവർക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ആൾക്കാരെ അത് എന്താ പറയുക, ക്യാപ്പബിളായിട്ട് എന്താ പറയുക മുന്നോട്ട് പോകുള്ളൂ. ഷോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്ത പോകുന്നതാണ് ഷാങ്ഹായ് സിറ്റിയുടെ മെയിൻ ഒരു ഫാബുലസ് ആയിട്ടുള്ള ഷാങ്ഹായ് സിറ്റിയുടെ ഒരു ഫേസ് എന്ന് തന്നെ പറയാം. നമ്മൾ കാണുമ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ ഇത്രയും പറയാൻ കാരണം, ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു, അപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഇതുവരെ കണ്ട സ്ഥലങ്ങൾ നമ്മൾ ഈ കാണുന്ന സിറ്റി തന്നെ ഞെട്ടിക്കുന്നതാണ്. പക്ഷേ ഷാങ്ഹായ് സിറ്റിയുടെ ഒരു ഫേസ് എന്ന രീതിയിൽ ഒരു ബിസിനസ് ഏരിയ, ഒരു എന്താ പറയുക, ഒരു റിലാക്സിങ് ഏരിയ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ ചെന്ന് ഇറങ്ങിയിരിക്കുന്നത്, ഇനി കാണാൻ പോകുന്നത്. ചൈനയിലെ യുവാൻ ഗാർഡൻ അടുത്തുള്ള ഒരു ഷാങ്ഹായിലെ മെയിൻ സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇതാണ് ഷാങ്ഹായുടെ ഫേസ് എന്ന് തന്നെ പറയാം. അതായത് എന്താ പറയുക, ബിസിനസ് സിറ്റി ആണല്ലോ ഷാങ്ഹായ്. അപ്പോൾ അതിൻ്റേതനുസരിച്ചിട്ടുള്ള ഒരു മെയിൻ സ്ട്രീറ്റ്, അതായത് എല്ലാം 5 സ്റ്റാർ എക്യുപ്പൻസി ഉള്ള റെസ്റ്റോറൻറ്റ്സ്, എന്താ പറയുക വെല്ലായിട്ടുള്ള കോഫി ഷോപ്സ്, അതിനനുസരിച്ചുള്ള ആൾക്കാർ. കാരണം ചൈനയ്ക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, മൊത്തം കൊറിയ, ജാപ്പനീസ്, ഇന്തോനേഷ്യനുള്ള ആൾക്കാർ. ഇന്ത്യക്കാർ താരതമ്യേന കുറവാണ് കേട്ടോ. ഞാൻ ഇതുവരെ പുറത്തുനിന്നുള്ള ഇന്ത്യക്കാരെ ഇതുവരെ കണ്ടിട്ടില്ല. ഭയങ്കര ഹൈ വെൽ എക്വിപ്ഡ്, എന്താ പറയുക, ആഷ്പുഷ് ഏരിയ എന്നൊക്കെ പറയില്ലേ ഈ ഒരു അമേരിക്കൻ സ്ലാങ്ങിൽ പറഞ്ഞാൽ, അതുപോലത്തെ ഒരു സ്ട്രീറ്റ് തന്നെയാണിത്. ചൈനയിൽ കൂടെ ഇങ്ങനെയുള്ള സ്ട്രീറ്റ് വാക്ക് അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാം ഇവിടെ ചൈനയുള്ള എല്ലാം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ സ്ട്രീറ്റിലൂടെ ഉള്ളൊരു വാക്കുണ്ടല്ലോ, അയ്യോ അത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ചൈനയിൽ വന്ന ഷാങ്ഹായി വന്നിട്ട് ഈ സ്ട്രീറ്റ് വാക്ക്, അതായത് മെയിൻ സ്ട്രീറ്റിലുള്ള ഒരു സ്ട്രീറ്റ് വാക്കിലൂടെ നടന്നുകൊണ്ടല്ല, വേറെ നമ്മളൊരു ഹെവനിൽ നിൽക്കണ പോലെ ഇരിക്കും. അതായത് ഇന്നലെ നമ്മുടെ ടിയാൻമെൻ മൗണ്ടനിൽ പോയപ്പോൾ അത് വേറൊരു ഹെവനാണ്, ഇത് വേറൊരു സ്വർഗ്ഗമാണ് കേട്ടോ. അടിപൊളി അറ്റ്മോസ്ഫിയർ. അതായത് ഞാനതാ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ, ഒരു ഇലയോ എന്താ പറയുക, ഒരു പേപ്പർ കഷ്ണം പോലും ഒരു വെൽ ഡിസിപ്ലിനാണ്. അതിനനുസരിച്ച് അറ്റ്മോസ്ഫിയറും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ പുറപ്പെട്ട നമ്മൾ ഈ ഉച്ചവരെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടു കഴിഞ്ഞു. ഒരുപാട് നല്ല കാഴ്ചകൾ, ഷാങ്ഹായ് ടവർ ആയിക്കോട്ടെ, ഷാങ്ഹായിലെ മെയിൻ സ്ട്രീറ്റ് ആയിക്കോട്ടെ, അവിടെ നിന്നുള്ള കാഴ്ചകളായിക്കോട്ടെ, എല്ലാം അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളിനി അടുത്ത പോകുന്ന ലഞ്ച് കഴിക്കാനാണ്. ലഞ്ച് എനിക്ക് ഇപ്പോഴേ താമസിച്ചു, 2:30 അപ്പോൾ നേരെ കഴിക്കാൻ ചെല്ലുവാണ്. നാട്ടിലിപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക, ഒരു 12-11 ആയി കാണും. നേരെ നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെയായിട്ട് ചൈനീസ് ഭക്ഷണമാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. പക്ഷേ ഓക്കെയാണ്, ടിക്കയാണ്, നമുക്ക് കുഴപ്പമൊന്നുമില്ല.
ഏറെക്കുറെ നമുക്ക് കഴിച്ചുകൂട്ടി പോകാവുന്ന രീതിയിലുള്ള ഫുഡ്സാണ്, പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അടുത്ത് നമ്മൾ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ചൈനയിലെ യുയുവാൻ ഗാർഡനാണ്. ചൈനയിലെ ഷാങ്ഹായ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഷാങ്ഹായിലെ ഓൾഡ് സിറ്റിയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. യുയുവാൻ ഗാർഡനെ കുറിച്ച് പറയാനാണെങ്കിൽ വേറെ ഒന്നുമില്ല, അതൊരു പുരാണികമായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ബന്ധപ്പെട്ട സ്ഥലമാണ്. കാണാൻ നല്ല അടിപൊളിയൊരു സ്ഥലം കൂടിയാണ്. അത്രയ്ക്കും വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് അവർ അത് ഡിസിപ്ലിനായിട്ട് കൊണ്ടുപോകുന്നത്. 1980-90 കാലഘട്ടത്തിൽ, അതായത് 17-ാം നൂറ്റാണ്ടിൻ്റെ ആ സമയത്ത് ചൈനയിൽ എന്താണ് രാജാക്കന്മാരുടെ മെയിൻ ഒരു സിറ്റി, അന്നത്തെ മെയിൻ സിറ്റി ആയിരുന്നു ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം. ഇന്നത് ഓൾഡ് സിറ്റി എന്ന രീതിയിൽ വളരെ ഡിസിപ്ലിനായിട്ട് അവർ നോക്കി വരുന്നു. ഇവിടെ തന്നെ ഷോപ്പിങ്ങും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ആ ബിൽഡിങ്ങുകൾക്ക് മൊത്തം നല്ലപോലെ വെൽ എക്യുപ്ഡായിട്ട് പണിത് സെറ്റപ്പാക്കി അതിൻ്റെ താഴത്തെ ഷോപ്പിങ്ങുകളാണ് കൂടുതലും. നല്ല എക്സ്പെൻസീവാണ്, അത് പറയേണ്ട കാര്യമില്ല. പക്ഷേ കാണാൻ നല്ല രസമാണ്. ഇവിടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ എന്താ പറയുക, ചൈനയല്ല അമേരിക്കയല്ല, അതിനപ്പുറത്തൊരു ഒരു ഡിസ്നി ലാൻഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ടൈപ്പ് രീതിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഇവിടുന്ന് നോക്കിയാൽ നമ്മുടെ നേരത്തെ കയറിയ ലോകത്തിലെ വേൾഡ് സെക്കൻഡ് ഹയസ്റ്റ് ടവർ ഷാങ്ഹായ് ടവർ ഇവിടുന്ന് നോക്കിയാൽ കാണാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അടുത്ത് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, അവിടെ നമ്മളൊരു ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സേ നമ്മൾ കവർ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ പോകുന്നത് റിവർ ക്രൂസിലാണ്. അതായത് നമ്മൾ ഷാങ്ഹായ് ടവറിൽ കയറിയപ്പോൾ മേളിൽ നിന്ന് കണ്ട ഒരു റിവറുണ്ട്, ഒരു സ്മോൾ റിവർ, ഷാങ്ഹായ് റിവറാണ്. അപ്പം ഷാങ്ഹായ് റിവറിൻ്റെ ആ ഒരു പരിസര പ്രദേശങ്ങളിലൂടെ ഒരു റിവർ ക്രൂസ്, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണെന്നാണ് പലരും പോയവർ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. നമുക്ക് പോയിട്ട് അത് കാണാം. കാരണം ഈ കാണുന്ന വിഷ്വൽസ് കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം പറഞ്ഞ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ഒരു മടുപ്പായി കാണും. കാരണം ഇങ്ങനെ എന്താ പറയുക, റിപ്പീറ്റ് അടിച്ച് പറയുന്നത് വേറൊന്നുമല്ല, അത്രയും വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഷാങ്ഹായ് റിവർ ക്രൂസ് ഏകദേശം ഒരു സന്ധ്യയ്ക്കാണ് അത് ഓപ്പൺ ചെയ്യുന്നത് തന്നെ. നമ്മളിപ്പോൾ ഏകദേശം എന്താ പറയുക ഒരു 6 o'clock 6:30 ഓപ്പൺ ആവും. നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന സമയം 7 o'clock ആണ്. പക്ഷെ കണ്ടാൽ പറയില്ല, നല്ല വെളിച്ചമുണ്ട്. ചില സമയത്ത് ഈ അറ്റ്മോസ്ഫിയർ മാറി വരുന്ന പോലെ നല്ല, ഇതുവരെ സന്ധ്യ ആയിട്ടില്ല, ഐ മീൻ ഇരുട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കാഴ്ചകളും നല്ല ഭംഗിയായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റി. ഇത് അങ്ങോട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1.5 hourത്തെ ഒരു ഡ്രൈവാണ്, ഐ മീൻ ഒരു യാത്രയാണ് ഇതിന് ചുറ്റും ഈ ഷാങ്ഹായ് റിവർ ക്രൂസ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനനുസരിച്ച് കാണാൻ ഒരുപാടുണ്ട്. നമ്മൾ നേരത്തെ കയറിയ ഷാങ്ഹായ് ടവറിന് ചുറ്റുമുള്ളൊരു റൗണ്ടാണ്, ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് കറങ്ങി വരുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ആവുമെന്നാണ് സാരം. എന്താ പറയുക, ചുറ്റിനുമുള്ള ഒരുപാട് 5 star ഹോട്ടൽസ്, 7 star എന്നില്ലെങ്കിൽ പോലും 7 star എന്ന് പറയാവുന്ന രീതിയിലുള്ള തക്കത്തുള്ള ഹോട്ടൽസ്. നമ്മളിപ്പോൾ കാണുന്നതാണ് ഓറിയൻ്റൽ പേൾ ടവർ. ഞാൻ നമ്മുടെ കഴിഞ്ഞ വ്ലോഗുകളിലൊക്കെ കാണിച്ചായിരുന്നു. ചൈനയിലെ ഏറ്റവും ടോളസ്റ്റ് ഒരു സ്ട്രക്ചർ എന്ന് തന്നെ പറയാം ചൈനയിലെ. നേരത്തെ ഇതിൻ്റെ പൊക്കത്ത് കയറാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സെറ്റപ്പുള്ള ഒരു ടവറോ ഒരു അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷനോ അല്ല. പുറമേ നോക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണെങ്കിലും അവരിത് ഉപയോഗിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്കുമാണ്. എന്താ പറയുക, അവരുടെ ബിസിനസ്സായിട്ടുള്ള കാര്യങ്ങൾക്കും റേഡിയേഷൻ അങ്ങനെ പല കാര്യങ്ങൾക്കും അവരത് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പല ന്യൂസുകളിലും വായിച്ചിട്ടുണ്ട്. എന്താ പറയുക, ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നേരം പോകുന്ന ഒന്നും അറിയില്ല. ഒരു 1.5 മണിക്കൂർ ഉള്ള യാത്ര 1 മണിക്കൂർ സ്പീഡിലാണ് കഴിഞ്ഞത്. നമ്മുടെ കൂടെ വന്ന ഇപ്പോൾ കാണുന്ന വിപിനങ്ങളും ഭാര്യയൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ നമ്മൾ അറിയുന്നില്ല, സമയം പോകുന്ന അറിയുന്നില്ല. അത്രയ്ക്കും ഇഷ്ടപ്പെട്ടു എനിക്കായാലും അച്ഛനായാലും ഇപ്പോൾ കണ്ട വിപിനങ്ങളിനായാലും വൈഫിനായാലും ആൻറ്റിക്കായാലും എല്ലാവർക്കും ഞങ്ങളുടെ ഗ്രൂപ്പിന് മൊത്തം ഈ ഒരു റിവർ ക്രൂസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ നേരത്തെ രാവിലെ കയറിയ ഷാങ്ഹായ് ടവറിൻ്റെ ഒരു പകുതി, ഒരു തേർഡൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ മേഘത്താൽ മൂടിക്കിടക്കുന്ന ഒരു വിഷ്വൽ നിങ്ങളിപ്പോൾ കണ്ടു. വേറൊന്നുമല്ല, സന്ധ്യ ആവണതിൻ്റെയാണ്. അതിൻ്റെ മുകളിലേക്കിപ്പോൾ ഇതാലോചിക്കുക, അതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വിഷ്വൽ ഇപ്പോൾ ഭയങ്കര രസമായിരിക്കും. അതിൻ്റെ പൊക്കത്ത് ഏകദേശം ഒരു 5 o'clock ആകുമ്പോൾ അത് ക്ലോസ് ആകും കേട്ടോ, അത് വേറെ കാര്യം. ഷാങ്ഹായിലെ ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ട് ഇന്നത്തെ ദിവസം പോയത് അറിഞ്ഞേയില്ല. നാളെ ചൈനയിലെ നമ്മുടെ ലാസ്റ്റത്തെ ദിവസമാണ്. നാളെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ബുള്ളറ്റ് ട്രെയിനിൽ പോകുന്നുണ്ട്, വേറെ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്കാണ്. അപ്പോൾ ഒരു ചെറിയ വ്ളോഗ് നാളെയും കൂടെ വരുന്നുണ്ട്. നാളത്തെ വ്ളോഗുകൾ കണ്ട് നമ്മൾ ചൈനയിലെ ട്രിപ്പ് അവസാനിപ്പിക്കുകയാണ്. സീ യു ടുമോറോ.